അപ്പോൾ ശബരിമല രണ്ടാമത് പോയിട്ട് വരും. ശബരിമല പോയിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചെങ്ങന്നൂർ ആറാട്ട. ഇങ്ങനെ വലിയ ഉത്സവം നടക്കും. അപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴേ വഴിയിൽ ഒരു എഴുന്നൂറ് ബുക്ക് ചെയ്താൽ പോകുന്നത്. അതായത് തിരുവാഭരണം ശബരിമലയിൽ വരുമ്പോൾ തിരുനാട്ടിലമ്പലത്തിലെ എഴുന്നള്ളുന്നുണ്ട്. ഈ തിരുവാഭരണം ചാർട്ട് എഴുന്നള്ളുന്നുണ്ട്. അതിന് അങ്ങോട്ട് പോകുമ്പോഴേ ഈ ആനയെ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഈ അങ്ങോട്ട് പോകുന്ന ശബരിമലയ്ക്ക് പോകുന്ന ഏത് ആനയെ തിരിച്ച് വരുമ്പോൾ അത് അവിടെ കയറി അതിന് അർജന്റിലാണ് പോയത്. അങ്ങനെ ഈ രണ്ടാമത്തെ ടൈം വന്നു. രണ്ടാമത്തെ ടൈം അവിടുത്തെ കഴിഞ്ഞ് വന്നു ചെങ്ങന്നൂരപ്പം വലിയ ദിവസം 4 5 ഒക്കെ ആവും. അവിടെ വന്ന് അവിടുത്തെ ഉത്സവത്തിനെല്ലാം കൂട്ട് വന്നു. അപ്പം വെടിക്കെട്ടിന് പേടിയാതെന്ന് പറയും. വെടിക്കെട്ടിനൊന്നും പേടിയില്ല. വെടിക്കെട്ടിനോ ട്രെയിനോ ഒന്നിനും പേടിയില്ല. അവിടെ എഴുന്നള്ളിപ്പോൾ തെക്കേ നാളെ അകത്ത് കയറി കിഴക്കേ നാളെ അകത്ത് കയറി കഴിയുന്ന എല്ലാം എന്തോ ചെയ്യുന്നത് അപ്പോൾ ഒരു വെടിക്കെട്ടുണ്ട് തെക്കേ പ്രസാദിൻ്റെ. വെടിക്കെട്ടെല്ലാം കഴിഞ്ഞ് മൂന്നാമത്തെ അന്ന് നമ്മുടെ അമ്പലത്തിലെ ഈ അമ്പലത്തിൽ എഴുന്നള്ളി പോകാൻ പോയിട്ടുണ്ടോ? അരട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഒരു 3 വലത്ത് പുറംവലത്തെന്ന് പറയും. ഇപ്പം ഈ അമ്പലത്തിന്റെ കാമ്പൗണ്ട് വാളിനകത്തൂടാ പോകുന്നത്. മറ്റേ അതല്ലായിരുന്നു. മറ്റേ ആ പുറത്തൂടെ തന്നെ വന്നു. മതിലിന് സമാന്തരം വന്നു. ഇപ്പം അമ്പല കാമ്പൗണ്ട് കെട്ടി തിരിച്ചു അതിനകത്തൂടെ ഉള്ളു. മറ്റേ നേരത്തെ ആ ഇതൊന്നൊക്കെ വെച്ചേക്കുന്നിടത്തൂടെ അങ്ങനെ വന്ന ഇപ്പൊ അതോടെ വന്ന് 3ാമത്തെ വലത്തെ നീലഗിരിവിന്റെ അവിടെ വന്നു. അത് പടിഞ്ഞാറേ നടയിലെ തെക്കേ പുറത്ത് ആനക്കൂട്ടിന്റെ അടുത്തിരിക്കുന്നുണ്ട് നീലഗിരി. അവിടെ വന്ന് അപ്പം എഴുന്നള്ളിക്കാൻ മുമ്പേ പോകുന്നു. ഞാൻ 3ാമത് വരുന്ന വേനാനയായിരുന്നു തോന്നുന്നു. വേനാനയാണോ അവരൊരു ആനയാണോ എന്നൊരു സംശയം. ആനയാണെന്ന് പറഞ്ഞു എഴുന്നള്ളിപ്പം ഞാനതൊക്കെ അവിടെ വന്നു. 3ാമത്തേത് വന്ന് ആനക്കുട്ടിലോട്ട് കയറി. എനിക്ക് മുമ്പുള്ള ആന എന്ന് പറയും. ഞാൻ അതിൻ്റെ പുറകെ ആശ്രമത്തിലാണ്. കുറേ ഇന്നോര് പറയുന്ന ഞാൻ കൊണ്ടേ പിടിച്ചേക്ക് വരികയോ ഞാൻ കാണുന്നില്ല. കുറേ ഇന്നേര് പറഞ്ഞു മറ്റേ ആന വന്ന് മുട്ടിയതാന്ന് പറഞ്ഞു. ഇത് കിടക്കുന്നു തൊട്ടപ്പോൾ നേരെ ഞാൻ പടിഞ്ഞാറേ കോഴിക്കോട്ട് പോയിട്ട് കേട്ട് തട്ടമായിട്ട് അതിൻ്റെ കുറേ ആശ്രമമാണ്. അമ്മേൻ്റെ കൂടെ ഒക്കെ പോയിട്ട് ചെന്ന് നോക്കി ഒരാളുണ്ട് ഒന്ന് വീണു. ആ പടിഞ്ഞാറേ പോരും താഴെ ഇറങ്ങിയത് നമ്മളാനയുടെ പുറത്തിരുന്ന് പോയിട്ട് അല്ല അയാൾ വീണില്ല. റോഡിലിറങ്ങി തെക്കോട്ട് കഴിഞ്ഞാൽ പെട്രോൾ പമ്പ് ഉണ്ട് അവിടെ. പടിഞ്ഞാറേ നടയിൽ നമ്മൾ ഇറങ്ങിയിട്ട് തെക്കോട്ട് പോയപ്പം ഒരു പെട്രോൾ പമ്പിലവിടെ ആശ്രമാനയുടെ പുറത്തിരുന്ന് പോയിട്ട് ഇല്ല. അതിന്റെ പുറത്തിരിക്കുക. അതിൽ കഴിവുള്ളവനായിരുന്നു. ആർക്കെടുക്കാനാണ് അലയും കൊണ്ട് ആയി പോയെ. ഇവിടെ ഞാൻ റെയിൽവേൻ്റെ അവിടെ വന്നു. നമ്മുടെ ഈ റോഡേ തന്നെ വന്നു. ഈ റോഡേ വന്ന് നമ്മുടെ പാലച്ചോട്ട് അപ്പുറത്ത് വന്ന് ആദ്യം കണ്ടിട്ടില്ല. പോയിട്ട് പോകുന്നുണ്ട്. വന്ന് കണ്ടത്തിൽ ചാടിയിട്ട് ഇങ്ങോട്ട് വന്ന് ആശ്രമം ഇതിൻ്റെ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് പോയി കണ്ടത്തിലൊരു തറയുണ്ട്. ആ തറയിൽ വന്ന് ഒരു പശുവിനെയോ ഒരു പട്ടിയോ ഒരു എരുമയോ കിടാവിനെ ഏതെന്നെയോ കൊന്നു. അതവിടെ വരെ വന്നുള്ളൂ. ഇത് അങ്ങേ റോഡിൽ കൂടെ അങ്ങ് പോയി. തെക്കേ റോഡ്. അപ്പോൾ കിഴക്കൻ റോഡുണ്ട്. നമ്മുടെ ബാങ്കിൻ്റെ ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞൊരു അതിലൂടെ വടക്കോട്ട് റോഡുണ്ട്. ആ റോഡിലെ വടക്കോട്ട് പോയി നേരെ അങ്ങ് പോയി. കാണ്ടനാട് റോഡിൽ കണ്ട മഴയാടി പാനാടി ചെന്ന് കുറ്റിച്ചാട് അമ്പലത്തിൻ്റെ അതിലൂടെ ചെന്ന് വടക്കോട്ട് ആറ്റിച്ചായി. കടപ്പഴപ്പാറത്തിൻ്റെ മേലെ താഴേച്ചിട്ട് ആറ്റിച്ചാടി. ഒന്നും പറയണ്ട. ഒരു പോക്കങ്ങ് പോയത്. അതിൻ്റെ ഒരു പോക്ക് പോകാനുള്ള പോക്കങ്ങ് പോയത്. അവിടെ അവിടെ ഒരു പാറമാടയുണ്ട്. അതിലൂടെയൊക്കെ ചാടി മറിഞ്ഞിട്ടങ്ങ് പോയി അങ്ങോട്ട് ചെന്ന് നമ്മുടെ വള്ളംകുളത്തോട്ട് കണ്ടത്തിൽ ചാടി വള്ളംകുളത്തോട്ട് കയറുന്ന ആട്ടോട്ട് കണ്ടത്തിലോട്ട് ചാടാൻ ചെന്നതാണ്. വളരെ അവിടെ ചെന്നപ്പോൾ ഒരു സ്ത്രീ പാല് വാങ്ങിക്കണം വീട്ടിലിറങ്ങി വരിക. അല്ല തലേന്ന് പറഞ്ഞാൽ ഒരു രാത്രി ഒരു 3 മണിയാക്കാം. ആറാട്ട് ആ സമയത്ത് കയറി വരുന്നു. ആ സമയത്ത് പോയി അത്രയും ഇത്ര ഓരം പോയി ദൂരം.
അപ്പോൾ ഈ സ്ത്രീ പാല് വാങ്ങിക്കാൻ വന്നു. ആനെ കണ്ടുവരേണ്ടതാണോ ആന വല്ലതും ചെയ്തതാണോ അവർ അറിയാൻ പറ്റും. ആനെ കൊണ്ടുവന്ന് നമ്മുടെ കവിയൂർ അമ്പലത്തിൻ്റെ അതിലൂടെയൊക്കെ ഓടിപ്പോയി ആവുന്ന എല്ലാവരും നോക്കി അമ്പലത്തിനകത്ത് കയറ്റാൻ നോക്കി. കവിയിൽ നിന്ന് അമ്പലത്തിൽ കയറട്ടെന്ന് വിചാരിച്ച് നേരത്തെ ഓർഡർ വിളിച്ച് പറഞ്ഞു, നാരായണോടെ വിളിച്ച് പറഞ്ഞു ഗോപുരമൊക്കെ തെക്കേ ഗോപുരവും കിഴക്കേ ഗോപുരമൊക്കെ തുറന്നു കിട്ടും. അമ്പലത്തിലൊന്നും കയറി ഇതൊക്കെ വളരെ നേരെ തുടർന്ന് പോയി. അങ്ങോട്ട് പോയി അക്കരെ തെക്കേക്കര പടിഞ്ഞാറക്കര കയറിയിട്ട് അവിടെ കണ്ടെത്തി ചാടി പിന്നെ കാരിക്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കോളനിയിൽ അവിടെ ഒരു വിധത്തിലും മനുഷ്യൻ ചെല്ലാൻ പറഞ്ഞത് അവിടെ നടന്നു എഴുതാനേ വെക്കുള്ളൂ. അവിടെ എന്തായാലും അവിടെ കൊണ്ടിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം ഒരു 10 മണിയായപ്പോഴത്തേക്ക് കെട്ടി. കാര്യം ഇതൊക്കെ ഓടി കറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മുൻവശത്തെ അമരത്തിൻ്റെയും ഒരമരത്തിൻ്റെയും ഒരു നടയുടെയും നഖം നടന്നു. എവിടെയോ കുറ്റിക്കകത്ത് കയറി ചാടി അപ്പം അതിന് വേദന വെച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് പോകാൻ വയ്യതായി. നീരൊന്നല്ല, ആ വാശിക്ക് അന്നേരമാണ് പോയി. പിന്നെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് അങ്ങനെ അവിടെ പിടിച്ചു കെട്ടി. ഞാൻ ആ സംഭവം കഴിഞ്ഞ് പോന്നു. അത് കഴിഞ്ഞാണ് പിന്നെ ലാസ്റ്റ് ഓട്ടം, മൂന്നാമത്തെ ഓട്ടം. വലിയ ഓട്ടത്തിൽ 3-ാമത്തെ ഓട്ടം. ഇവിടുന്ന് നമ്മുടെ ഈ അമ്പലത്തിൽ വന്ന് ഞങ്ങൾ എഴുന്നേൽക്കും 6 കഴിഞ്ഞ് 6 മണിക്ക് പോകാനായിട്ട് വരുമോ. ഈ അമ്പലത്തിലെ ആ തെക്കേസ് വന്നൊരു ഓലയൊക്കെ ഇട്ട് കൊടുത്തു. ഇതിലാന്ന് വെച്ചാൽ കഴിഞ്ഞിട്ട് പോകത്ത് വൈകിട്ട് എന്നാൽ മതി. പിറ്റേ ദിവസം മതിയല്ലോ നേരിട്ടപ്പോൾ. അപ്പോൾ അങ്ങോട്ട് പോയതാ. അവിടെ തൊട്ടങ്ങ് പ്രശ്നമായി. പ്രശ്നമാകാൻ പറഞ്ഞാൽ ഒരു ചെറിയൊരു വട്ട ഉണങ്ങി നല്ലൊരു ഭക്ഷണ ഉണങ്ങി പുറത്തോട്ട് വെക്കുന്നു. നമ്മുടെ ഒരു ബന്ധുവില്ല. അതൊന്ന് എടുത്തു കൊടുക്കാമെന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞപ്പോൾ എടുത്തു കൊടുക്കാമെന്നും പറഞ്ഞു. അതിന് പോയതാ. വീട് അവിടെ വെച്ച് ഞാൻ വെച്ചിട്ട് അതിൻ്റെ പോകുന്നു. ചെറിയൊരു ഭക്ഷണം എടുത്തില്ല. അത് എടുത്തില്ല. ചെറുതായാലും കമ്പെടുത്ത് വെച്ച പോലെ കുളത്തി കിടക്കുക, ഉണങ്ങി വീണ് കുളത്തി കിടക്കുക. ഞാൻ എന്നാൽ ചങ്ങല ഇട്ട് കൊടുക്കാൻ കാരിട്ട് കൊടുക്കാനായിട്ട് ഞാൻ ഇറങ്ങിയതാ. ഇറങ്ങിയെന്ന് വെച്ച് കാരിട്ട് കെട്ടിയെന്ന് വെച്ച് ഞാൻ ചെന്ന് മറക്കാനെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നതേ ഉള്ളൂ. അപ്പം അതിനെ നമുക്ക് കിട്ടി. അതതിൻ്റെ പോക്കിനും പോയി. ആ പോക്ക് ഒരു പോക്കങ്ങ് പോയി. അതേപോലെ നമുക്ക് അര കിലോമീറ്ററുകൾ ഇവിടെ നിന്ന് പോയില്ല. ആ സമയത്ത് ഞാനിപ്പം എനിക്ക് കാലിനൊരു ചെറിയ പതിച്ചായിരുന്നു. ഇവിടെ വെച്ചൊരു തേച്ച് പൊട്ടി അതെല്ലാം ഇങ്ങനെ ഇല്ല. അതിൻ്റെതായിട്ടൊരു മഞ്ഞിൽ നിറങ്ങുന്ന ഒരു തടുപ്പ് മഞ്ഞ ഇറങ്ങിയ. അപ്പൊ എനിക്കങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് ചെല്ലാനും നോക്കാത്ത ഒരു സാഹചര്യമായിപ്പോയി. അപ്പോൾ എന്നെ ഇവിടുന്ന് ഒരാൾ വണ്ടിയിൽ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെല്ലുമ്പം ഇല്ലുമല പാലം എന്ന് പറഞ്ഞു ഇവിടുന്ന് 2 കിലോമീറ്റർ കൊടുക്കാം. പാലത്തിൻ്റെ അടിവഴി കൂടെ അങ്ങോട്ട് പോവാം. ഞാൻ പാലത്തെ അപ്പം പാലത്തിൻ്റെ വടക്കേപ്പുറത്തെയും പാലത്തിൻ്റെ അടിയിൽ കൂടെ റോഡുണ്ട്. ഞാൻ പാലത്തെ എന്നോട് വിളിച്ച് എൻ്റെ അവിടെ സ്റ്റെപ്പ് കയറി വന്നാൽ ഞാൻ അവിടെ നിന്ന് അവരെ മുറിവ് പറഞ്ഞ ആശുപത്രിയിൽ തന്നെ പോകും. നേരിട്ട് ആശുപത്രിയിലോട്ട് പോകും. അവിടെ വെച്ചാണ് ഒരു സ്ത്രീയാണ് കൊല്ലുന്നത്. 3 മരണത്തിനകത്ത് ഒരെണ്ണം നമ്മൾ ഇവർക്ക് പോലീസ് ഡോക്ടർ റിപ്പോർട്ട് ഹാർട്ട് അറ്റാക്ക് വന്നതാണ്. സ്ത്രീയുടെ തെങ്ങുന്നു പോയപ്പോഴത്തെ ഇതാണ് കൊല്ലുക തന്നെ. മറ്റേതും അങ്ങനെ അതും കൊന്നാണെങ്കിലും നമുക്കത് വിധിക്കകത്ത് വന്ന് ഞങ്ങളെ ആനക്കാരെ നിർത്തിക്കൊണ്ട് ചോദിച്ചു അവരെ അറിയുമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞ അറിയത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ കേസ് നമുക്ക് അനുകൂലമായി. അത് ചങ്ങനാശ്ശേരി മുനിസിപ്പൽ കോടതിയിലായിരുന്നു. ഇത് 2 എണ്ണം ഇത് ഇങ്ങനെ സംഭവിച്ചതാ.
ആ സമയത്താണ് ഇപ്പം ആന വെടിവെക്കുന്നത്, പിന്നെ ആന പോയി ആറ്റിച്ചാടുന്നു. പിന്നത്തെ വിവരങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുള്ള അറിവുള്ളൂ, കണ്ടില്ല. കണ്ടില്ല. ഞാൻ അന്നേരം തന്നെ എന്നെ അവർ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. അപ്പൊ അന്ന് കൂടെ ഉള്ളത് സന്തോഷേട്ടാണ്. അല്ല, അനിയപ്പൻ എന്ന് പറയുന്നത്. അതാ വീഡിയോ കാണാറുണ്ട്. അനുഭവം എന്റെ അറിവ് വെച്ചാൽ ഇതാണ്. ഞാൻ ആദ്യം വിളിച്ച് കയറ്റുന്നത് പാലത്തിന്റെ അടിയിലോട്ട് വരുന്ന ആറ്റിൽ നിന്ന്, അതായത് പമ്പയുടെ ഒരു കൈവഴി തെക്കോട്ട് വരുന്നുണ്ട്, അച്ചൻകോവിലാറിന്റെ ഒരു കൈവഴി ഇവിടുന്ന് വടക്കോട്ടും ചെല്ലുന്നുണ്ട്. ഇത് രണ്ടുപേരും കൂടെ സംഗമിക്കുന്ന ഒരു മുക്കുണ്ട്, അതിനടിയിലെ പാലം. അപ്പം ആ ആറ്റിൽ നിന്നാണ് ഇവൻ വിളിച്ചു കയറ്റുന്നത്. ആ വെടിവെപ്പിന് ഈ റോഡിൽ കൂടെ നേരെ ഞാൻ വടക്കോട്ട് പോവുക, പോയി വടക്കേ ആറ്റിച്ചാടുക. വടക്കേട്ട് പമ്പയാറ് വലിയ കയറി വന്ന ആറ്റിലോട്ടല്ല ചാടിയിരിക്കുന്നത്. കയറി വന്നതെന്ന് പറഞ്ഞാൽ ആറ്റിന്റെ ഇറമ്പില്ല, കുറെ സ്ഥലമേ ഉള്ളൂ പുരയിടം. പിന്നെ റോഡാ, ആ റോഡ് ഇവിടെ വടക്കോട്ടായിരിക്കണം അങ്ങനെ പോയേ. വടക്കോട്ട് പോയെങ്കിലേ വടക്കേ ആറ്റി ചാടണം. പോയ പോക്ക് മുങ്ങി, പിന്നെ പൊങ്ങിയില്ല. പിന്നെ എങ്ങനെയാണ് ഇതിനെ എടുക്കുന്നതൊക്കെ അവര് പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. ഈ അത് കഴിഞ്ഞാൽ ഒരു ബോട്ടൊക്കെ കൊണ്ടുപോകണം. എന്തോ ബോട്ടിന് അല്ല, ബോട്ടിന് പറയുന്നത് നമ്മുടെ ഈ ബോട്ട്. അന്നേരത്തെ ആ ആവേശത്തിനങ്ങ് ചെയ്തെങ്കിൽ ഇതൊക്കെ സംഘടിപ്പിച്ച് വെക്കൊണ്ട് ചെയ്യാവൂന്നുള്ള ഒരു ഇതുണ്ട്. ആനയാറ്റെങ്കിലൊക്കെ വെച്ച് വെടിവെക്കുമ്പോഴേ സംവിധാനങ്ങളൊക്കെ സംഘടിപ്പിച്ച് വെച്ചത് സാഹചര്യം നമ്മളാരും കുറ്റം പറയാതെ. ഡോക്ടർ അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ വേറൊരു ഭാഷയാണ് അതിനകത്ത് പേപ്പറിനകത്ത് എഴുതിയത്. പ്രകോപനപരമായ സമീപനത്തിന് വൃത്തിയില്ലാത്തതിന്റെ പേരിലാണ് ഡോക്ടർ. അങ്ങനെ അതാണ് എന്റെ. അപ്പൊ പിന്നെ പിറ്റേ ദിവസം അവരുടെ കമ്പനിയുടെ സ്പീഡ് ബോട്ട് കൊണ്ടുപോകും. കമ്പനിയുടെ ഞാൻ തോന്നുന്നു കുളിപ്പില്ലേ, അതുകൊണ്ട് ഇന്ന് അന്വേഷണം നടത്തിയപ്പം അതിൻ്റെ വടക്കേ കരയ്ക്ക് ബോഡി കൊണ്ട്. പിന്നെ ആനെ കണ്ടിട്ടേ ഇല്ല, വെള്ളത്തിൽ മുങ്ങിപ്പോയതിനു ശേഷം പിന്നെ ആനെ കാണാൻ പിന്നെ ബോഡിയാ കാണുന്നത്. പിന്നെ സാധാരണ മനുഷ്യർ ഇല്ലേ അഴവുള്ളാടാ. ഈ നാക്കടക്കട ഞാൻ ചന്ദ്രനെ കൊണ്ട് അക്കരക്കരെ ഞാൻ വളരെ അങ്ങനെ അത് അവിടെ അങ്ങനെ അതവിടെ അതിന്റെ പേരില് കേസും പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നു. ഈ ലാസ്റ്റിലെന്ന് പറഞ്ഞപ്പോ അത് വന്നപ്പോ നമ്മുടെ ജീവിതത്തിന്റെ ഒരു മാർഗരേഖ തന്നെ മുറിഞ്ഞു. അവസാന ഘട്ടം റിട്ടയർഡ് ആകാൻ വെറും 13 12 ഒരു വർഷം 1.5 വർഷമേ ഉള്ളൂ. 2009 സംഭവം നടക്കുന്നത്. അപ്പം 2012 തീരും സർവീസ്. പിന്നെ ഒരു വർഷം കൂടെ നീട്ടിക്കിട്ടി. അത് 12 കഴിഞ്ഞതിന് ശേഷം. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് 12, 20, 30 മാസം സസ്പെൻഡ് ചെയ്തു. 30 മാസം ഒരു വലിയൊരു സമയമാണ്. സർവീസ് കാലാവധി തീരുവാ. ഈ പ്രശ്നത്തിന് സർവീസിന്റെ കാലാവധി അങ്ങ് തീരുവാ. അപ്പം ഞാൻ ഈ സർവീസ് പിന്നെ എന്നെ തിരിച്ച് കയറ്റാൻ അനുവദിച്ചപ്പം ജത്തിനാനയ്ക്കലെ ഒന്നാനക്കാരനായിട്ട് കയറാനാ പേപ്പർ വന്നു. അപ്പോൾ എന്നെ അവിടുന്ന് ഒരു മണിയാനക്കാരൊരു ദിവസം ഡ്യൂട്ടി കൊട്ടാരക്കര രൂപ. ഞാനാണെന്നിട്ട് ഇയാൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തെങ്കിൽ എനിക്ക് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് വാങ്ങിക്കണം. കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തെങ്കിൽ അതിനെ അസിസ്റ്റന്റ് കമ്മീഷണർ ഒപ്പിട്ടണം. ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഓഫീസർ എഴുതി തരും, അസിസ്റ്റന്റ് കമ്മീഷണർ ഒപ്പിടണം, രണ്ടുപേരും. അത് കൊണ്ടുവന്നെങ്കിൽ എനിക്ക് ഇവിടെ ശമ്പളം കിട്ടും.
ഈ 1 കൊല്ലം കൂടെ തിരിച്ച് നമുക്ക് കിട്ടിയെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിലനിൽപ്പ് വരുള്ളൂ. സസ്പെൻഷൻ അല്ലേ ഈ 30 മാസം നിന്നല്ലേ, പിന്നെ വളരെ തുച്ഛമായ ദിവസങ്ങളേ ഉള്ളൂ.